നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് തകർന്ന കൽവേർട്ട് താൽക്കാലികമായി പുനർനിർമ്മിച്ചു. നിർമ്മാണം നടക്കുന്ന തൃശൂർ കുറ്റിപ്പുറം പാതയിൽ ചൊവ്വാഴ്ച രാത്രി 8:30 കൽവേർട്ട് തകർന്നത്. ഇതുവഴി വന്ന ലോറി ഡ്രൈവറാണ് കൽവേർട്ട് തകർന്നത് കണ്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന പാതയുടെ പകുതി ഭാഗം പൊളിച്ചിട്ട നിലയിലാണ്. ഒരു വശത്തുനിന്ന് മാത്രം വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടയിലാണ് കൽവേർട്ട് തകർന്നത്. ഇതോടെ കുന്നംകുളം കോഴിക്കോട് സംസ്ഥാന പാതയിലെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. രാത്രി തന്നെ തകർന്ന ഭാഗം മെറ്റൽ ഉപയോഗിച്ച് കുഴിയടച്ചു. ഇതുവഴിയുള്ള ഗതാഗതം ബുധനാഴ്ച മുതൽ ഭാഗികമായി പുനരാരംഭിച്ചു. അക്കിക്കാവിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതുവഴി കടത്തിവിടുന്നത്. വടക്കു ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പാറയമ്പാടം കുരിശുവഴി പോർക്കുളം വഴിയാണ് അക്കിക്കാവിലേക്ക് പ്രവേശിക്കുന്നത്. ദേശീയപാത 66 മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിലെ ടാറിട്ട ഭാഗത്ത് വലിയ വിള്ളൽ കണ്ടെത്തി. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലെ മേൽപ്പാലത്തിന് മുകളിലെ ടാറിട്ട ഭാഗത്താണ് 50 മീറ്ററിലേറെ നീളത്തിൽ വലിയ വിള്ളൽ വീണിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ രാത്രി തന്നെ സ്ഥലത്തെത്തി ടാറിട്ട് വിള്ളലടച്ചു. നിലവിൽ ഈ ഭാഗത്ത് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടില്ല. വിള്ളലിലൂടെ വെള്ളമിറങ്ങി പാലം തകർന്നു പോകുവാനും സാധ്യതയേറെയാണ്. കൂടാതെ ദേശീയപാതയിൽ നിന്ന് വെള്ളവും ചെളിയും പരിസരത്തെ വീടുകളുടെ മുറ്റത്തേക്കും പറമ്പുകളിലേക്കും ഒഴുകുന്നതും ജനങ്ങൾക്ക് ദുരിതമാകുന്നുണ്ട്. മണത്തലയിൽ ദേശീയപാത മേൽപ്പാലത്തിന് മുകളിൽ വലിയ വിള്ളൽ സംഭവിച്ചതിൽ പ്രതിഷേധിച്ച UDF അംഗങ്ങളെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു. റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തിയ ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് KV സത്താർ, യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ്, UDF നിയോജക മണ്ഡലം കൺവീനർ ഷാനവാസ്, HM നൌഫൽ, നൌഷാദ് തെരുവത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച വെളിയങ്കോട് സ്വദേശികൾ പിടിയിൽ. പൊന്നാനി വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശികളായ റംഷാദ്, റാഫി എന്നിവരാണ് വാളയാർ ടൗണിൽ വെച്ച് എക്സൈസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി പാലക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയപ്രസാദും സംഘവും വാളയാർ ടൗണിൽ നടത്തിയ വാഹന പരിശോധനയിൽ കോയമ്പത്തൂരിൽ നിന്നും ആലുവയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ 2 ബാഗുകളിലായി കഞ്ചാവ് കടത്തുകയായിരുന്നു ഇരുവരും. ഇവരിൽ നിന്ന് 8.782 കിലോഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു. സംഘത്തിൽ AEI ഗ്രേഡ് ശ്രീജി, PO ഗ്രേഡ് ദിലീപ്, CEO അബ്ദുൾ ബഷീർ എന്നിവർ ഉണ്ടായിരുന്നു. കോട്ടോൽകുന്നിലെ മണ്ണെടുപ്പ്. മഴവെള്ളത്തിൽ ചെളിയെത്തുന്നത് ക്ഷേത്രത്തിലേക്ക്. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി കോട്ടോൽകുന്നിൽ നടത്തിയ മണ്ണെടുപ്പ് മൂലം മഴയിൽ ദുരിതം സൃഷ്ടിക്കുന്നത് ശ്രീ അസുരമഹാകാളൻ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും യാത്രക്കാർക്കും സമീപവാസികൾക്കും. കഴിഞ്ഞ ദിവസം മേഖലയിൽ മഴ കനത്തു പെയ്തതോടെ മണ്ണെടുത്ത കുന്നിൽ നിന്നും ചെളി ഒഴുകിയെത്തിയത് സാമൂതിരി കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകത്തിന്റെ അവകാശത്തിലുള്ള വടക്കേക്കോട്ടൂൽ ശ്രീ അസുര മഹാകാളൻ ക്ഷേത്രാങ്കണത്തിലേക്കാണ്. മഴവെള്ളത്തിനൊപ്പം ചെളിയും ക്ഷേത്രാങ്കണത്തിലേക്ക് പതിച്ചതോടെ നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഭക്തർക്കുള്ളത്. ചെളി പതിച്ചതോടെ ക്ഷേത്രാങ്കണത്തിലെ മഴവെള്ളത്തിന് ഒലിച്ചുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതോടെ വെള്ളക്കെട്ടും ക്ഷേത്രത്തിൽ രൂപപ്പെട്ടു. ക്ഷേത്രത്തിനു പുറമെ വടക്കേക്കോട്ടൂൽ കടവല്ലൂർ റോഡിലും ചെളി നിറഞ്ഞതോടെ യാത്രക്കാരും സമീപവാസികളും ദുരിതത്തിലായി. റോഡിന്റെ ഒരു വശത്ത് ചെളി അടിഞ്ഞുകൂടിയതോടെ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്ന അവസ്ഥയാണ്. പഞ്ചായത്ത് റോഡിന് വശത്തുള്ള കാന മണ്ണ് നിറഞ്ഞു മൂടിയ നിലയിലാണ്. കാനയിൽ മണ്ണ് നിറഞ്ഞതോടെയാണ് വെള്ളം റോഡിലേക്കും ക്ഷേത്രത്തിലേക്കും ഒലിച്ചിറങ്ങുന്നത്. കാനയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് മഴവെള്ളവും ചെളിയും റോഡിലേക്കും ക്ഷേത്രത്തിലേക്കും എത്തുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം ഭരണസമിതി പഞ്ചായത്തിൽ പരാതി നൽകി. 16 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക പീഡനം നടത്തിയ കേസിൽ 24 വയസ്സുകാരന് 39 വർഷം കഠിന തടവും 2,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മതിലകം മാങ്ങാലിപ്പറമ്പിൽ റിൻഷാദിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ്തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 2022 ഡിസംബർ 14 കേസിനാസ്പദമായ സംഭവം. ഇൻസ്റ്റഗ്രാമിലേക്ക് മോശം മെസ്സേജുകൾ അയച്ചും നിരന്തരം നിർബന്ധിച്ചുമാണ് അതിജീവിതയെ അർദ്ധരാത്രി താമസ സ്ഥലത്തു നിന്നും പുറത്തേക്ക് വരുത്തിച്ച് ലൈംഗിക പീഡനം നടത്തിയത്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് CPO പ്രസീത അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI അനിൽകുമാർ രജിസ്റ്റർ ചെയ്ത കേസിൽ SI സെന്തിൽ ക്രിസ്ത്യൻ രാജ് ആദ്യാന്വേഷണം നടത്തി. SHO വിപിൻ K വേണുഗോപാൽ തുടരന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. CPOമാരായ സിന്ധു, പ്രസീത എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. കനത്ത മഴയിൽ എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിനാശം. ചുങ്കത്ത് വീട്ടിൽ യേശുദാസിന്റെ നിലക്കടല കൃഷിയാണ് വെള്ളം കയറി നശിച്ചത്.
തൃക്കണപതിയാരം പാടശേഖരത്തിൽ അരയേക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരുന്നത്. വിളവെടുക്കാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിതമായി മഴ പെയ്തത്. 10 ദിവസം കൊണ്ട് വെള്ളത്തിൽ കിടന്ന് ഇവ പൂർണ്ണമായും നശിക്കും. ചീര ഉൾപ്പെടെയുള്ള പച്ചക്കറികളും വെള്ളം കയറി നശിച്ചു പോകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ വ്ളാത്താങ്കര ചീര, അതുപോലെ കപ്പലണ്ടി, അതുപോലെ പയറൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പയർ കുറച്ച് കിട്ടി. അതുപോലെ പച്ചക്കറികൾ കുമ്പളം മത്തനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു 3.5 മാസം കൊണ്ട് അതങ്ങോട്ട് പൂവിട്ട് കായായി വരുമ്പോഴേക്കും മഴ പെയ്തു. ഇവിടെ ഈ പാടത്തു കൂടെയുള്ള ഒരു ചാലുണ്ട്. ആ ചാലിൽ കൂടെ കൃത്യമായിട്ട് വെള്ളം പോയിരുന്നു വിചാരിച്ചെങ്കിൽ ഈ പാടത്തൊന്നും ഇത്ര പെട്ടെന്ന് വെള്ളമായിരുന്നില്ല. അപ്പോൾ അത് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു 6-7 ദിവസം കൂടി കിട്ടിയ ഈ കപ്പലണ്ടി മൂത്ത് കിട്ടുമായിരുന്നു. ഒരു 10 ദിവസം മാക്സിമം. ആ 10 ദിവസത്തിനുള്ളിൽ കിട്ടിയായിരുന്ന ഒരു സംഗതിയാണ്. നല്ല വിളവുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പ് പറിച്ചിട്ടുള്ളതൊക്കെ ഇതിനേക്കാൾ കൂടുതൽ വിളവ് കിട്ടിയിട്ടുള്ളതാണ്. CPIM പുന്നയൂർകുളം ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകൾ സംയുക്തമായി ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന മണിച്ചേച്ചിക്കൊരു സ്നേഹവീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. പുന്നയൂർകുളം 15-ാം വാർഡ് കിണർ പരിസരത്ത് തനിച്ച് താമസിക്കുന്ന പെരുവഴിപ്പുറത്ത് പരേതനായ കുഞ്ഞുമോൻ ഭാര്യ മണിക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 3 സെന്റ് പറമ്പിലായിരുന്നു മണിയുടെ പകുതി ഓടിട്ട വീട് നിലനിന്നിരുന്നത്. തീരദേശ ഹൈവേക്കായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇവരുടെ സ്ഥലവും വീടും അതിൽ ഉൾപ്പെടും എന്ന കാരണത്താൽ ലൈഫ് ഭവന പദ്ധതിയിലും മറ്റ് അനുകൂല പദ്ധതികളിലും പേര് ചേർക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് വന്ന അളവെടുപ്പിൽ ഇവരുടെ അതിരിനോട് ചേർന്ന സ്ഥലമാണ് ദേശീയപാത അധികൃതർ ഏറ്റെടുത്തത്. റോഡ് പണി ആരംഭിച്ചതോടുകൂടി ദുരിതവും വർദ്ധിച്ചു. JCB ഉപയോഗിച്ച് റോഡ് പണിയുടെ ആവശ്യാർത്ഥം കുഴികളെടുക്കുമ്പോൾ പ്രകമ്പനം മൂലം വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. നവീകരണം നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ ഇടിഞ്ഞു വീഴാറായ കൂരയിലായിരുന്നു ഇവരുടെ താമസം. തൊഴിലുറപ്പ് ജോലിയാണ് ഏക ഉപജീവനമാർഗം. ഇവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയാണ് CPIM ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി സ്നേഹഭവനം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. TK നൌഷാദ് ചെയർമാനായും ജിഷാദ് കൺവീനറായും ആലത്തയിൽ മൂസ ട്രഷററായും MC ബഷീർ, കമാൽ എന്നിവർ രക്ഷാധികാരികളുമായി കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻ MLAയും CPIM ജില്ലാ സെക്രട്ടറിയുമായ KV അബ്ദുൽ ഖാദർ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി കൺവീനർ ജിഷാദ് അധ്യക്ഷത വഹിച്ചു. പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, വാർഡ് മെമ്പർമാരായ ആലത്തയിൽ മൂസ, ഹാജറ കമറുദ്ദീൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AD ധനീബ്, കോൺഗ്രസ് നേതാവ് മൂസ ആലത്തയിൽ, V അപ്പു മാസ്റ്റർ, V താജുദ്ദീൻ തുടങ്ങി പ്രദേശത്തെ വിവിധ സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി നടത്തുന്ന കാൽനട ജാഥയ്ക്ക് എരുമപ്പെട്ടി വെസ്റ്റ് മേഖലയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ, വൈസ് ക്യാപ്റ്റൻ കർമ്മല ജോൺസൺ, മാനേജർ മീന സാജൻ എന്നിവരെ വിവിധ സംഘടനാ പ്രതിനിധികൾ ഷോൾ അണിയിച്ചു. സുമന സുഗതൻ, സ്വപ്ന പ്രദീപ്, ദിവ്യ മനോജ്, രമണി രാജൻ, ജമീല രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM ഷഫീർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ അബ്ദുൾ റഷീദ് KV എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ ഹോമിയോ ഹോസ്പിറ്റലും ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലും ചേർന്നാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി തൈകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞത്തിന്റെ ഭാഗമായി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി തൈകളുടെ ആദ്യഘട്ട വിതരണമാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ES സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം MK ജോസ്, കൃഷി ഓഫീസർ AV വിജിത, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NV രജനി എന്നിവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ 10,000 പച്ചക്കറി തൈകൾ വിവിധ കർഷക ഗ്രൂപ്പുകൾക്കാണ് വിതരണം ചെയ്യുന്നത്. അതിനാവശ്യമാകുന്ന നിലയിലുള്ള പദ്ധതിയും പരിപാടിയും തയ്യാറാക്കി വലിയ മുന്നേറ്റം പച്ചക്കറി കൃഷി മേഖലയിൽ നമുക്ക് സുരക്ഷിതമായ പച്ചക്കറി, പൂർണ്ണമായ അർത്ഥത്തിൽ ജൈവ പച്ചക്കറി എന്ന നില എളുപ്പം യാഥാർത്ഥ്യമാകുന്ന കാര്യമല്ല. പക്ഷേ സുരക്ഷിതമായ പച്ചക്കറി ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾക്കാണ് 1ാം ഘട്ടം നമ്മളിത് കൊടുക്കുന്നത്. ഏകദേശം 10,000 തൈകൾ ഇപ്പോൾ സജ്ജായി കഴിഞ്ഞു. ബാക്കിയുള്ളത് കൂടി ഒരു ജൂൺ മാസം ആദ്യത്തോടു കൂടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഓണത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പച്ചക്കറി
ഉൽപ്പാദനത്തിലേക്ക് നമുക്ക് പോകണം. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മന്നലാംകുന്ന് സയ്യിദ് ഷെയ്ഖുൽ ഹളറമി തങ്ങളുടെ ഉറൂസ് മുബാറക് മെയ് 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇസ്ലാമിക പ്രബോധനം ലക്ഷ്യം വെച്ച് യമനിലെ ഹളർമൗത്തിൽ നിന്നും ഹിജറ 398 കേരളത്തിലെത്തുകയും ദക്ഷിണ തീരദേശ മലബാറിന്റെ ഭാഗമായ മന്നലാംകുന്ന് കേന്ദ്രീകരിച്ച് ഇസ്ലാമിക പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഷെയ്ഖുൽ ഹളറമി തങ്ങളുടെ ഉറൂസ് മുബാറക് വ്യാഴാഴ്ച രാവിലെ 8:30 മഹൽ പ്രസിഡന്റ് AM അലാവുദ്ദീൻ ജാറം പരിസരത്ത് പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കും. തുടർന്ന് മസ്ജിദ് മുൻഹത്തീബ് കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കൂട്ടപ്രാർത്ഥനയും ഉണ്ടായിരിക്കും. വൈകിട്ട് 7:30 ഖത്തീബ് CM മുഹമ്മദ് മൻസൂർ യമാനി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സ്വാലിഹ് അൻവരി ചേകനൂർ വഴിതെറ്റുന്ന കൗമാരം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. 23 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ലഹരിവിരുദ്ധ സെമിനാറിൽ ഫിലിപ്പ് മമ്പാട് പ്രഭാഷണം നടത്തും. തുടർന്ന് മഹൽ അസിസ്റ്റന്റ് മുദരിസ് അബ്ദുറഹ്മാൻ ബാഖവിയുടെ നേതൃത്വത്തിൽ മജ്ലിസുന്നൂർ പരിപാടിയും ഉണ്ടായിരിക്കും. 24 ശനിയാഴ്ച നസീമ നാനി കൊല്ലം വർത്തമാനകാല രക്ഷിതാക്കൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ബദർ പള്ളി ഇമാം ബാദുഷ ബാഖവി ഉദ്ഘാടനം ചെയ്യും. 25 ഞായറാഴ്ച സുബഹി നമസ്കാരാനന്തരം മൗലിദ് പാരായണവും 8:30 ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും. വൈകിട്ട് 7:30 നടക്കുന്ന ദുആ സമ്മേളനത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സലാം ബാഖവി നേതൃത്വം നൽകും. മഹൽ പ്രസിഡന്റ് AM അലാവുദ്ദീൻ, സെക്രട്ടറി MK അബൂബക്കർ, ട്രഷറർ കാരയിൽ മുഹമ്മദ് അലി ഹാജി, മജ്ലിസുന്നൂർ കമ്മിറ്റി കൺവീനർ MA ഹനീഫ, ചെയർമാൻ KK ഇസ്മായിൽ, ആരിഫ് കാര്യാടൻ, അബൂബക്കർ അൽ ഹദീർ, PM ഹംസക്കുട്ടി, സുലൈമാൻ ഹാജി എന്നിവർ നേതൃത്വം നൽകും. 25-ാം തീയതി നസീം മന്നാനി കൊല്ലത്തിന്റെ മുഖ്യ പ്രഭാഷണമുണ്ട്. വർത്തമാനകാല രക്ഷിതാക്കളാണ്. അതിൽ ആരിഫ് ഖാരേടൻ സ്വാഗതം പറയാൻ, അബൂബക്കർ അൽ ഹദീർ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുകയും ചെയ്യും. തുടർന്ന് 25 ഞായറാഴ്ച മൗലിദ് പാരായണവും അതിനുശേഷം 8 മണിക്ക് ഭക്ഷണ വിതരണവും 7:30 ദുആ സമ്മേളനവുമുണ്ട്. ആ ദുആ സമ്മേളനത്തിന് നേതൃത്വം വഹിക്കുന്നത് കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റീക്രിയേഷൻസിന്റെ നേതൃത്വത്തിൽ നാരായണൻ നമ്പൂതിരിക്ക് ആദരമൊരുക്കി. ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റീക്രിയേഷൻസ്, പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ, കഥകളി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് തുടങ്ങിയ സംഘടനകളിൽ സജീവമായ നാരായണൻ നമ്പൂതിരി നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പ്രസിഡന്റ് മാത്യു മാസ്റ്റർ, സെക്രട്ടറി രവി CK, ട്രഷറർ പോൾസൺ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചത്. ക്ലബ്ബ് ഭാരവാഹിയായ അശോകന്റെ മകളും കലാകാരിയും ഭാരത് സേവാ സമാജ് പുരസ്കാര ജേതാവുമായ അങ്കിതയെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന പൊതുയോഗം CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CK രമേശ് അധ്യക്ഷത വഹിച്ചു. TD സുനിൽ, KS സദാനന്ദൻ, NB ജയ, ശ്രീബിത ഷാജി, തുപ്പത്ത് കൃഷ്ണൻ, പ്രമോദ്, AC രമേശ്, PA ഷൈൻ, BR സന്തോഷ് എന്നിവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 35-ാം ചരമവാർഷിക ദിനം വിവിധയിടങ്ങളിൽ ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് VM സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MS സുഗുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഷാജു VA, ഉണ്ണിനായർ, വിൽസൺ, കമലാദേവി, ഗോപാലകൃഷ്ണൻ PK എന്നിവർ സംസാരിച്ചു. വാർഡ് പ്രസിഡന്റ് ആന്റോ ടെൽസൺ നന്ദി പറഞ്ഞു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിയന്നൂർ സെന്ററിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ AM മൊയ്തീൻ, ജെയ്സൺ ചാക്കോ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV നിവാസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീറ മറ്റം, മണ്ഡലം ഭാരവാഹികളായ KS വാസു, PV ഷാജി, MA ശ്രീകുമാർ, വത്സൻ ജോർജ്, അമിലിനി സുബ്രഹ്മണ്യൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് തോമസ് ചാലക്കൽ എന്നിവർ സംസാരിച്ചു. ഒരുമനയൂർ 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണയും പുഷ്പാർച്ചനയും നടത്തി. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KJ ചാക്കോ, ജോൺസൺ എടക്കളത്തൂർ, ജോബി ആളൂർ, ജീവൻ ജോസഫ്, വേണു, അഭിഷേക്, മുഹമ്മദ് സിനാൻ, കെവിൻ ജോഷി എന്നിവർ നേതൃത്വം നൽകി. അക്കിക്കാവ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി P പ്രവീൺകുമാർ, PM അബ്ബാസ്, K രാമകൃഷ്ണൻ നായർ, വാർഡ് മെമ്പർ രേഖ ജയറാം, AM നാസർ, അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, PA രാമകൃഷ്ണൻ, പോൾസൺ, ഗീതാഞ്ജലി ടീച്ചർ, അനസ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുഷ്പാർച്ചനയും നടത്തി.
ചാലിശ്ശേരി ഇന്ദിരാഭവനിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് പി.വി. ഉമ്മർ മൗലവിയുടെ അധ്യക്ഷതയിൽ ഡി.സി.സി ജനറൽ സെക്രട്ടറി കെ. ബാബു നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി. യു.ഡി.എഫ് തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ ടി.കെ. സുനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ഗോപിനാഥ് പാലഞ്ചേരി, ഹാഷിം അച്ചാരത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, മജീദ് തച്ചറായിൽ, സലിം മൈലാടിക്കുന്ന് എന്നിവർ പങ്കെടുത്തു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. മണ്ഡലം പ്രസിഡന്റ് വി. ബാലചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ.എ. ജ്യോതിഷ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി. പ്രവീൺകുമാർ, മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേമരാജ്, കെ.എം. പ്രമോദ്, ജോസഫ് വാഴപ്പിള്ളി, കെ. രതീഷ്, പഞ്ചായത്ത് മെമ്പർ ബിജു കോലാടി, മിനി ഗ്രിഗറി റഷീദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മങ്ങാട് നിന്നും ആരംഭിച്ച പ്രകടനം നെല്ലുവായി സെന്ററിൽ സമാപിച്ചു. തുടർന്നു നടന്ന പൊതുയോഗം CITU ഏരിയ പ്രസിഡന്റ് K.M. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം M.S. സിദ്ധൻ അധ്യക്ഷനായി. കോർഡിനേഷൻ പഞ്ചായത്ത് കൺവീനർ P.T. ദേവസി, P.B. ബിബിൻ, P.A. ബൈജു, K.C. രാജൻ, P.A. ഗിരിജൻ, C.M. അജയൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം. തയ്യൂർ ആശാരി വീട്ടിൽ പരേതനായ ഗോവിന്ദന്റെ മകൻ രവീന്ദ്രൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടത്തി. കുമാരി ഭാര്യയും രാജൻ, മോഹിനി, സിന്ധു എന്നിവർ സഹോദരങ്ങളുമാണ്. ഗുരുവായൂർ പുത്തമ്പള്ളി ഐനിപ്പുള്ളി പരേതനായ കൃഷ്ണൻ മകൻ സുധാകരൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. റിട്ടയർഡ് PWD എഞ്ചിനീയറാണ് പരേതൻ. പരേതയായ വിലാസിനി ഭാര്യയും ലസിത, സുധ, സ്മിത, രേഖ എന്നിവർ മക്കളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.